ഹലോ ഗായ്സ്, ഫ്ലോറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കസ്റ്റാർഡാണ്. ഫ്രൂട്ട് കസ്റ്റാർഡ് പൗഡർ വാങ്ങിക്കാൻ കിട്ടും. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഫ്രൂട്ട്സ് ഉണ്ടായാൽ മതി. കസ്റ്റാർഡ് പൗഡർ ഉണ്ടായാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇതിലേക്ക് 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അത് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് അതൊന്ന് തിളപ്പിക്കാം. ഇതിലേക്ക് നമ്മളിനി ആഡ് ചെയ്യേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ആ സമയം നമുക്ക് കസ്റ്റാർഡ് പൗഡറിനെ നമുക്കൊന്ന് കലക്കി വെക്കാം. അപ്പോൾ ഇതിലേക്കായിട്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാനില കസ്റ്റാർഡ് പൗഡറാണ്. ഫ്ലേവേർഡ് ആയിട്ടുള്ളത് പലതും കിട്ടും. ഞാനിവിടെ വാനിലയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽ ആഡ് ചെയ്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കട്ടകളൊന്നുമില്ല, അടിപൊളിയായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. പാലിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ മിക്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പം അത്യാവശ്യം ഇങ്ങനെ കുറുകി വരുന്നുണ്ടാവും. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ഉടച്ച് മിക്സ് ആക്കി എടുക്കാം. ഇത് പെട്ടെന്ന് കുക്കായി വരും. ഇത് തിളച്ച് വരുമ്പോഴേക്കും കണ്ട നല്ല ക്രീമി ടെക്സ്ചറായിട്ട് വരും. അപ്പോൾ ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ കുറുതാക്കണമെങ്കിൽ കുറച്ചും കൂടെ നേരെ ഇളക്കി നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. ഇപ്പോൾ ദേ ഞാൻ ഇവിടെ അത്യാവശ്യം കട്ടകളൊക്കെ ഉടഞ്ഞ് നന്നായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാം. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാൻ ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറി തണുക്കണം. ഇനി നമ്മൾ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ മാങ്ങ പഴുത്തത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല പഴുത്ത മാങ്ങ. ഇനി ഇതിലേക്ക് 2 പൂവമ്പഴമാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. പൂവമ്പഴത്തിനാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ആപ്പിളും ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ആപ്പിൾ എടുത്തിട്ടുള്ളൂ. പിന്നെ മുന്തിരി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. കുരുമില്ലാത്ത മുന്തിരി ആയിരിക്കണം. അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറുത്ത മുന്തിരി ആയാലും വെളുത്ത മുന്തിരി ആയാലും കുഴപ്പമില്ല, ഇട്ട് കൊടുക്കാം. വെളുത്ത മുന്തിരി അല്ല, പച്ചമുന്തിരി കേട്ടോ. ഇനി നമുക്ക് പോംഗ്രാനൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു പോംഗ്രാനൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും ഫ്രൂട്ട്സാണ് ഞാനിതിലേക്ക് ഇട്ട് വയ്ക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കണേ. ഇനി ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ടുണ്ട്. കാരണം ആ ഫ്രൂട്ട്സിലെ വെള്ളം ഇറങ്ങുമ്പോൾ അത് കുറച്ചും കൂടെ ലൂസായിക്കോളും. അത് തന്നെ ഇരുന്നത് ലൂസായിക്കോളും. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ തന്നെ എടുത്ത് തിന്നരുത്. നമ്മളിത് നേരെ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കണം. കാരണം അത് നന്നായിട്ട് തണുത്ത് കഴിക്കാനാണ് ടേസ്റ്റ്. തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ ഒരു കുറച്ച് മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനൊരു 3 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, നമ്മുടെ അടിപൊളി കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്യാം. അടിപൊളി നല്ലൊരു മണമാണ് കേട്ടോ ഈ കസ്റ്റാർഡിന്. ഇത് ഐസ്ക്രീമിൻ്റെ കൂടെ ആയിട്ട് സൈഡിൽ വെച്ച് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കണ്ട. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.